ഇപ്പോൾ വിധു വിൻസെന്റ് സംവിധായക ടെലിഫോൺ ലൈനിൽ. വിധു, ഇപ്പോൾ WCC അടക്കം മുന്നോട്ട് വെച്ചിരുന്ന അതിശക്തമായ ആവശ്യമാണ് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഒന്ന് പുറത്തുവിടൂ എന്നുള്ളത്. 2019 സമർപ്പിച്ചതാണ് സർക്കാരിന്. ഇപ്പോൾ അത് പുറത്തുവിടണമെന്ന് വിവരാവകാശ കമ്മീഷൻ തന്നെ ഉത്തരവിട്ടിരിക്കുകയാണ്. വിധു വിൻസെന്റിലേക്ക് വരാം. വളരെ പ്രധാനപ്പെട്ട ആവശ്യമാണ് ഇപ്പോൾ വിവര കമ്മീഷൻ. വിധു കേൾക്കാമോ? ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണം എന്നിപ്പോൾ വിവരാവകാശ കമ്മീഷൻ തന്നെ ഉത്തരവിട്ടിരിക്കുകയാണ്. സർക്കാർ അതിലെ ഒരു കാര്യങ്ങളും പുറത്തേക്ക് വിടാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ 25-ാം തീയതിക്കകം റിപ്പോർട്ട് പുറത്തുവിടണം, ആവശ്യക്കാർക്ക് അത് നൽകണം എന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. എങ്ങനെ പ്രതികരിക്കുന്നു വിധു? എന്താ പറയാ, എത്ര നേരത്തെ വരേണ്ട ഒരു വിധിയാണ് എന്നാണ് നമ്മളൊക്കെ വിചാരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഹേമ കമ്മീഷൻ കമ്മിറ്റി ആ റിപ്പോർട്ട് പൂർത്തീകരിച്ച നാൾ മുതൽ, അത് സർക്കാരിന് സമർപ്പിച്ച നാൾ മുതൽ അത് സിനിമാ രംഗത്തുള്ള WCC അടക്കമുള്ള സംഘടനകളും അതുപോലെ വ്യക്തിപരമായിട്ട് പല ആളുകളും ഉന്നയിച്ചിരുന്ന ഒരു വിഷയമാണ് ആ റിപ്പോർട്ട് പുറത്തുവിടണം എന്നുള്ളത്. കാരണം അത്തരത്തിലൊരു റിപ്പോർട്ട് പുറത്തു വരികയും ആ റിപ്പോർട്ടിൽ എന്തൊക്കെ സംഗതികളാണ് കമ്മിറ്റി കണ്ടെത്തിയിരിക്കുന്നത് എന്നത് അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയാകേണ്ടതുണ്ട്. അതിനനുസരിച്ചിട്ട് വേണമല്ലോ അതിന്റെ പരിഹാര നടപടികൾ എന്ത് എന്നൊക്കെയുള്ളതിനെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. എന്ന് മാത്രമല്ല, ഇതിനകത്ത് ഇത് വലിയ ചർച്ചയായിരുന്ന സമയത്ത് സിനിമാ രംഗത്തുള്ള ഇക്കാര്യത്തിൽ ഈ റിപ്പോർട്ട് പുറത്തു വിടണം എന്ന് ആവശ്യപ്പെട്ടിരുന്ന ചൂണ്ടിക്കാട്ടിയൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിനകത്ത് ഇപ്പോൾ രാജ്യദ്രോഹപരമായിട്ടോ അല്ലെങ്കിൽ ഒരു മനഃപൂർവ്വമായ വ്യക്തിഹത്യ നടത്തുന്ന മട്ടിലോ ഉള്ള സംഗതികൾ അല്ല ഉള്ളത്. ആളുകളുടെ അടുത്തുനിന്ന് ഒരു കമ്മിറ്റി പോയി വിശദമായി അന്വേഷിച്ച് അവരിൽ നിന്ന് തയ്യാറാക്കിയിട്ടുള്ള റിപ്പോർട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആളുകളുടെ പേര് വിവരങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഇത്തരം ഒരു റിപ്പോർട്ട് പുറത്തു വിടാവുന്നതേ ഉള്ളൂ. എന്നിരുന്നാൽ മാത്രമേ സിനിമാ രംഗം കുറച്ചും കൂടി സുതാര്യമാകാനും ഒരുപക്ഷെ എന്തൊക്കെ തരത്തിലുള്ള ഇടപെടലാണ്, എന്തൊക്കെ തരത്തിലുള്ള ഇന്റർവെൻഷൻസ് ആണ് അവിടെ പോസിബിൾ ആകുന്നത് എന്നതിനെ സംബന്ധിച്ച് കുറച്ചും കൂടി ജനാധിപത്യവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ഒരു സിനിമാ മേഖല ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകത സംബന്ധിച്ചും ഒക്കെയുള്ള ചർച്ചകൾ അതിനകത്ത് നടക്കുള്ളൂ. അപ്പൊ എന്തുകൊണ്ടും ഇത് ഗംഭീരമായി എന്ന് ഇപ്പൊ തോന്നുന്നു. സർക്കാർ എന്തുകൊണ്ടാണ് അത് മറച്ചു വെക്കുന്നത്? അതിപ്പം എനിക്കറിയില്ല. ഞാൻ സർക്കാരിന്റെ പ്രതിനിധി അല്ലാത്തത് കൊണ്ട് തന്നെ ആ ചോദ്യത്തിന് ഞാൻ മറുപടി പറയേണ്ട കാര്യമില്ലല്ലോ. അല്ല, വിധുവിന് എന്താണ് തോന്നുന്നത്? എന്തുകൊണ്ട് മറച്ചു വെക്കുന്നു? ഇപ്പോൾ ആർക്കെതിരെയാണോ ആരോപണം ഉയരുന്നത് അവർക്കൊപ്പം നിലയുറപ്പിക്കുന്നതിന് സംശയമുണ്ടോ? അങ്ങനെയില്ല. സർക്കാരിന് ഒരു റിപ്പോർട്ട് പുറത്ത് വരാതിരിക്കണമെങ്കിൽ ഒരു റിപ്പോർട്ട് മറച്ചു വെക്കുന്നതിന് പല കാരണങ്ങളുണ്ടാകാം. അത് ഭരണകൂടത്തിന്റെ താല്പര്യങ്ങൾ എന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. അതിനകത്ത് ഒരുപക്ഷെ എന്താ പറയാ, ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നത് സംബന്ധിച്ചുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് നേരത്തെ തന്നെ വിടേണ്ടതായിരുന്നു എന്നുള്ളതാണ് നമ്മളൊക്കെ അടക്കമുള്ളവർ നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിരുന്നൊരു കാര്യം. അപ്പൊ ശരി വിധു, വളരെ നന്ദി പ്രതികരിച്ചതിന്. വിധു വിൻസെന്റ് സംവിധായകയാണ് പ്രതികരിച്ചത്.